ഗുരുവായൂരമ്പലം ശ്രീവൈകുണ്ഠം അവിടത്തെ ശംഖമാണിന്റെ കണ്ഠം കാളിന്തി പോലെ ജനപ്രവാഹം. ഒരു അമ്മയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൈഡിൽ നിന്നിട്ട് വന്നിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, വാക്കുകൾ ഇടറിയിട്ടൊക്കെ വന്നിട്ട് ഒന്ന് തൊട്ടോട്ടെ എന്ന് വെച്ചിട്ടൊക്കെ പോകുമ്പോഴത്തേനെ അപ്പോൾ അവരുടെ ഒരു സന്തോഷം നമുക്കിങ്ങനെയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. എല്ലാവരും നമുക്ക് അതിൻ്റെ അത് കാണാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പോയിട്ട് ഭയങ്കര ജനമായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവരും ഫോട്ടോ എടുക്കണം, പക്ഷെ നമുക്കത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. നമുക്ക് അതിൻ്റെ അകത്ത് എടുക്കാൻ പറ്റുന്ന മാക്സിമം ആൾക്കാരുടെ കൂട്ടത്തിൽ എടുക്കാം. ബാക്കിയുള്ള എല്ലാവരെയും നമ്മൾ സ്നേഹത്തോടെ തന്നെ ഇറങ്ങേണ്ട അവസ്ഥയാണല്ലോ. നമുക്ക് എന്നാണെങ്കിൽ അടുത്ത ദിവസം രാവിലെ തന്നെയായിരുന്നു പ്രോഗ്രാം. ട്രാവൽ ചെയ്ത് ഞങ്ങൾ എത്തിയിട്ട് ഉറങ്ങാൻ സമയമില്ലെന്ന് പറഞ്ഞില്ലേ. അപ്പം പക്ഷെ എന്നാലും മാക്സിമം ആൾക്കാരെ കണ്ടു. നമ്മുടെ ഉണ്ണിയൂട്ടെന്ന് പറഞ്ഞ ഇവിടെ ഒരു കാര്യമുണ്ട്. ഒത്തിരി പേരുടെ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇവിടുത്തെ ആ ഉണ്ണിയൂട്ടിൻ്റെ ദിവസം ദമ്പതികൾ വന്നിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ കുട്ടികളുണ്ടാകാത്ത ആൾക്കാർക്ക് വിത്തിൻ 1 ഇയറിൽ എനിക്കറിയാവുന്ന ഒത്തിരി പേർക്ക് ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത്തെ എക്സാമ്പിൾ ഞാനാണ്. അപ്പോൾ എനിക്കും 7 വർഷം കുട്ടികളുണ്ടായിരുന്നില്ല അതിന് ശേഷം. അപ്പോൾ അങ്ങനെ കുറേ കുഞ്ഞു പ്രത്യേകതകളുള്ള ഒരു അമ്പലം കൂടിയാണ് നമ്മുടെ വേമ്പനാട്ടുകര അമ്പലം എന്നുള്ളത്. ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് ചെയ്യുന്നവരാണല്ലോ. നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ ഫാമിലി ടൈമാണ് ശരിക്കും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. എല്ലാവരും കാണുന്ന ഈ 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂറിൻ്റെ പ്രോഗ്രാം മാത്രമാണ്. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള എഫേർട്ട് ഉണ്ടല്ലോ. 6 മണിക്കൂർ ജേർണി ഉണ്ടാവും, ട്രാവലിംഗ് ഉണ്ടാവും, പിന്നെ പ്രാക്ടീസ് സെഷൻസ് ഉണ്ടാവും. ഇതിനെല്ലാം നമ്മൾ ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യേണ്ട ടൈമാണ് എടുക്കുന്നത്. അപ്പോൾ അവർ ഹാറ്റ്സ് ഓഫ് ടു ദം. ഇപ്പോൾ വിചാരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ആൾക്കാരുടെ സ്നേഹം എന്നുള്ളത്. അപ്പം ഒരു പോസിറ്റിവിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമ്മൾ ഏത് ദൈവത്തിൽ വിശ്വസിച്ചാലും ഏത് മതത്തിൽ വിശ്വസിച്ചാലും നമ്മൾ വിശ്വാസം ഉണ്ടായിട്ടോ എന്തുണ്ടായിട്ടും കാര്യമില്ല. മനസ്സിൽ മുഴുവനും നെഗറ്റീവ് ചിന്തയായിട്ട് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അല്ലെന്നുണ്ടെങ്കിൽ പള്ളിയിൽ ഇറങ്ങിയതിന് ശേഷം നമ്മൾ വേറൊരു ദ്രോഹം ചെയ്യാന്നുള്ള വിചാരമാണെന്നുണ്ടെങ്കിൽ പിന്നെ പോകുന്നതിൽ ഒരു അർത്ഥമില്ലല്ലോ. ഞങ്ങൾ ഓഫീസ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അതിൻ്റെ കയറുമ്പോഴത്തേന് എൻട്രൻസിൽ ഞങ്ങളിപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ചൊരു കാര്യമാണ്. അതായത് ആ ഓഫീസിൽ നമ്മൾക്ക് ഒന്നും ഞങ്ങളായിട്ട് വാങ്ങിച്ചു വെക്കണ്ട, അത്രയും ആൾക്കാർ. അതായത് നമുക്ക് എന്താണോ വേണ്ടത് അതാണ് കിട്ടിയേക്കുന്നത്. ഒരാള് ആ ഓഫീസിലേക്ക് എൻ്റർ ചെയ്യുമ്പം പറയാതെ തന്നെ അയാൾക്ക് മനസ്സിലാവും ഇത് നന്ദഗോപത്തിൻ്റെ ഓഫീസാണ്. അങ്ങനെയുള്ള ഗിഫ്റ്റാണ് നമുക്ക് കിട്ടിയേക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും. ഒരുപാട് സ്നേഹമാണ് ഇതെല്ലാം. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാം, ഫൈനൽ ഇയർ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ തലേദിവസം ഞങ്ങൾ പ്രോഗ്രാം ചെയ്തിട്ട് വെളുപ്പിനെ എനിക്കൊന്ന് നവീൻ ഏതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, വെളുപ്പിനെ പ്രോഗ്രാം കഴിഞ്ഞ് വന്ന് ഞങ്ങൾ കിടന്നു. പിറ്റേ ദിവസം രാവിലെ യൂണിവേഴ്സിറ്റി എക്സാമാണ്. 6 മണി വരെ കിടന്നുറങ്ങിയിട്ട് നേരെ എഴുന്നിട്ട് പരീക്ഷയ്ക്ക് പോയ ആൾക്കാരെ ഞങ്ങൾ ഒരു അക്ഷരം പഠിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയേക്കുന്നതിനാണ്. അവിടെ ആദ്യത്തെ കിഴക്കടം ഹരിനാരായണ നമ്പൂരി എന്നുള്ള തിരുമേനിയായിരുന്നു ചാലക്കുടിയുള്ളത്. അദ്ദേഹത്തിന്റെ സപ്താഹം പ്ലസ് നന്ദഗോപത്തിന്റെ ഭജന കോംബോ ആയിട്ട് കിട്ടുക. ഞങ്ങൾ സ്റ്റേജിലിരിക്കുമ്പോൾ പ്രോഗ്രാമിന് മുമ്പ് നമ്മൾ വളരെ കാഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കും, തമാശകൾ പറയും. അത് സ്റ്റേജിലിരിക്കുന്നതിന്റെ ഇരട്ടിയായിരിക്കും ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ കാരണം ആ ഒരു ഈ പറഞ്ഞ പോലെ ബോണ്ടിങ് അല്ലെങ്കിൽ ആ ഒരു സന്തോഷമാണ് ഞങ്ങളിൽ കാണുന്ന പോസിറ്റീവ്നെസ്. അപ്പൊ ആരും അങ്ങനെ മസിൽ പിടിച്ച് അത് ഇന്നലെ വന്ന അഭിയാണെങ്കിൽ പോലും അല്ലെങ്കിൽ അതുപോലെ അവർ ഭയങ്കരമായിട്ട് എല്ലാവരും തമ്മിൽ കണക്ട് ആവും. അങ്ങോട്ട് ഒരു മറ്റേ ജെല്ലാവെന്ന് പറയത്തില്ല, ബോണ്ടാവും. ഫാമിലി എന്ന് പറയുന്ന പോലെ നന്ദഗോവിന്ദം വെറുതെ ഇവിടുന്ന് കിട്ടിയതായിരിക്കാം നന്ദഗോവിന്ദം ഒരു ഫാമിലി പോലെ നമുക്ക് ഫീൽ ചെയ്യണേ. ഇവിടുന്നാണ് നമ്മളുടെ ഈ ബോണ്ടിങ്ങുകളും എല്ലാം ഉണ്ടായേക്കുന്നത്. ഇപ്പം ഞങ്ങൾ ശ്രീലാൽ വന്ന് പാടുന്നത് ഇവിടെ കൊണ്ടുവന്ന പാടുന്നത് ഇവിടെ തന്നെ ആദ്യം എല്ലാവരെയും അല്ലേ, എല്ലാവരും അത്യാവശ്യം നമ്മുടെ ഗ്രൂപ്പിലെ ഉണ്ണിക്കുട്ടനൊക്കെ നമ്മുടെ കൂടുതൽ അവനൊക്കെ ഇപ്പം അത്യാവശ്യം ഇന്ത്യയിലെ തന്നെ എല്ലാ ടോപ്പ് എല്ലാവരുടെയും കൂടുതൽ വായിച്ചിട്ടുണ്ട്. അപ്പം ഒരു ദിവസം 6ാം ക്ലാസ്സിൽ വന്ന് പഠിക്കുന്ന സമയത്ത് 6ാം ക്ലാസ്സോ 5ാം ക്ലാസ്സോ അത്രയും ചെറുപ്പത്തിലായിരുന്നു. അപ്പോൾ ഒരു പൊട്ടിയ ഡോലക്കം വെച്ചിട്ട് പുറകിൽ ഇങ്ങനെ ഇരുന്ന് കൊട്ടിക്കൊണ്ടിരിക്കും. അവൻ്റെ അമ്മാവൻ്റെ കൂട്ടത്തിൽ വന്ന് ചുമ്മാ വെറുതെ നമ്മൾ ഈ കുട്ടികൾ വരത്തില്ല പുറകിലിരിക്കും. അപ്പോൾ ഒരു ദിവസം നമ്മളുടെ കൂട്ടത്തിൽ വായിക്കുന്ന ഒരാൾ വന്നില്ല. അപ്പോൾ അവനോട് ചോദിച്ചു, ഇവിടെ നിന്നല്ല പ്രോഗ്രാം ചോദിച്ചു, എനിക്ക് വായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. വായിച്ചോളാം പറഞ്ഞിട്ട് ആദ്യമായിട്ട് ആ ഡോൽക്കി വായിച്ചിട്ട് അവൻ ഡോൽക്കിയല്ല ഘോൽ വാങ്ങിച്ചിട്ട് അവൻ ഇവിടെ വെച്ചിട്ടാണ് വായിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അനുഗ്രഹമൊക്കെയാണ്. അപ്പോൾ അവനിപ്പം അതുപോലെ അത്രയും കഴിവുള്ള ഒരു മൃദംഗിസ്റ്റാണ്. എനിക്കറിയത്തില്ല നമ്മളുടെ ഞാൻ കണ്ടേക്കുന്നതിൽ ഭജനയിലും അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേയിങ്ങിൽ ദ ബെസ്റ്റ് ആണ്. അപ്പം പിന്നെ ബോണ്ടിങ്ങിൻ്റെ കാര്യം ചോദിച്ചപ്പം ഈ പറഞ്ഞാൽ ഈ പ്രോഗ്രാംസ് ഈ പറഞ്ഞ 7 ദിവസം ഒരുമിച്ചായിരിക്കും. അപ്പം നമ്മളൊരു എന്നാ പറയുക, ഇപ്പം ഞാനും നവീനും 6ാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് ഞങ്ങൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരുന്നത്. സ്കൂളിൽ പോകുമ്പോൾ അറിയാമല്ലോ, അത് കഴിഞ്ഞിട്ടാണെങ്കിലും കഴിവതും ദിവസങ്ങളെല്ലാം ഞങ്ങൾ ഒരുമിച്ച് മീറ്റ് ചെയ്യാറുണ്ടായിരുന്നു.
പക്ഷേ എല്ലാവരും തമ്മിൽ അങ്ങനെ കാണാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരാണ് ഇപ്പം നന്ദകുന്ദൻ്റെ ഒപ്പം ഉള്ളത്. ഈ പറഞ്ഞ പോലെ 7 ദിവസമൊക്കെ ഒരുമിച്ച് നിൽക്കുമ്പോൾ കിട്ടുന്നൊരു ബോണ്ടിങ് നമ്മളിപ്പം മാസത്തിൽ ഒരു 5 തവണ കാണുന്ന ബോണ്ടിങ് അല്ല. ഇപ്പം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ വേമികുളങ്ങര മാത്രമല്ല, സപ്താഹം എവിടെ ഉണ്ടെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ 7 ദിവസം പോയിട്ട് അവിടെ സ്റ്റേ ചെയ്ത് പ്രോഗ്രാം ചെയ്യുകയാണ്. ഇവിടുന്നാണ് ശരിക്കും ആ ഒരു എനർജി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് പലരും കണ്ടിട്ട് നമ്മളിവിടെ വേമികുളങ്ങര ചെയ്യുന്നത് കണ്ടിട്ട് പല ആൾക്കാരും നമ്മളെ ഇവിടുന്ന് അത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി സ്ഥലങ്ങളിൽ അപ്പൊ ഇവിടുത്തെ അതായത് നമ്മുടെ 7 ദിവസം ഇവിടെ ആദ്യത്തെ കിഴക്കടം ഹരിനാരായണ നമ്പൂരി എന്നുള്ള തിരുമേനിയായിരുന്നു ചാലക്കുടിയുള്ള. അപ്പൊ അദ്ദേഹത്തിന്റെ സപ്താഹം പ്ലസ് നന്ദഗോപുരത്തിന്റെ ഭജന കോംബോ ആയിട്ട് കിട്ടുക. അങ്ങനെ ശരിക്കും അങ്ങനെ അത് കണ്ടിട്ട് കുറെ ആളുകൾ. അപ്പൊ ഈ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ഈ 7 ദിവസം എന്ന് ചെറിയൊരു സമയമല്ല, അത് ഒരു മാസത്തിൽ ചിലപ്പോൾ 2 പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ 14 ദിവസമായി. അങ്ങനെ കണ്ടിന്യൂസ് മന്ത്സ് ആകുമ്പോഴത്തേക്ക് അത്രയും സമയം നമ്മൾ ഒരുമിച്ചാണ്. അതിനകത്ത് വേറൊരാൾ പോയി വരുന്നതൊന്നുമില്ല. ചിലപ്പോൾ കൊല്ലത്തൊക്കെയാണ് ഞങ്ങൾ അവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയാണെങ്കിലും അവിടെ തന്നെ സ്റ്റേ. ഇവിടെയാണെങ്കിൽ നവീൻ്റെ വീട്ടിലാണ്. അത് അമ്മ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഫുൾ ടൈം നവീൻ്റെ വീട്ടിലായിരിക്കും. അമ്പലത്തിൽ വരുന്നു, പരിപാടി ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്ന നേരം നവീൻ്റെ വീട്ടിൽ, ഉറക്കമൊക്കെ അവിടെ തന്നെ. ഇന്റർവ്യൂല ഞാൻ എന്റെ വൈഫ് എൻ്റെ അടുത്ത് പറഞ്ഞത് തീർച്ചയായിട്ടും പൊക്കോളാൻ പറഞ്ഞിട്ട് പറഞ്ഞത്. അപ്പം ആ ഒരു ബോണ്ടിങ് ആണ് ഇപ്പോഴും നന്ദഗോവിന്ദത്തിനുള്ളത്. ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എടുത്ത് പറയണല്ലേ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ സമയത്ത് അവർ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങൾക്ക് ആ ഒരു പാഷൻ കൊണ്ടുപോകാനും ഭയങ്കര ഹെൽപ്ഫുൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് ചെയ്യുന്ന അവരാണല്ലോ. നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ ഫാമിലി ടൈം ആണ് ശരിക്കും നമ്മൾ ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓഫീസ് ടൈം എല്ലാവരും അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആകെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് ഫാമിലി ടൈം മാത്രമാണ്. അപ്പോൾ അവരുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും നമുക്ക് ഈ പറയുന്ന ഒരു നന്ദഗോവിന്ദത്തിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം എല്ലാവരും കാണുന്ന ഈ 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂറിൻ്റെ പ്രോഗ്രാം മാത്രമാണ്. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള എഫേർട്ട് ഉണ്ടല്ലോ. 6 മണിക്കൂർ ജേർണി ഉണ്ടാവും, ട്രാവലിംഗ് ഉണ്ടാവും, പിന്നെ പ്രാക്ടീസ് സെഷൻസ് ഉണ്ടാവും. ഇതിനെല്ലാം നമ്മൾ ഫാമിലിയുടെ ഒപ്പം സ്പെൻഡ് ചെയ്യേണ്ട ടൈമാണ് എടുക്കുന്നത്. അപ്പോൾ അവർ ഹാറ്റ്സ് ഓഫ് ടു ദം, അത്രേ പറയാനുള്ളൂ. കാരണം അവരത് സമ്മതിച്ചില്ലെങ്കിൽ ഈ സൗഹൃദം പറയുന്നത്, ഞാൻ ഒരു വീടിന്റെ ശ്രീയാൽ ചേട്ടന്റെ കല്യാണത്തിന് പാട്ട് പാടുന്ന ഒരിത്, നിങ്ങളുടെ എല്ലാവരും ഫ്രണ്ട്സിന്റെ മാരേജിൽ അങ്ങനെ ഒരു പതിവുണ്ടോ? കണ്ണന്റെ ശ്രീജിത്ത് കണ്ണന്റെ ഒരു കല്യാണത്തിനാണ് നമ്മൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് തന്നെ ആദ്യം കൊണ്ടുവന്നത്. അതെ അതെ അതെ, അത് ഒത്തിരി വർഷമായി. അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 8 വർഷം കഴിഞ്ഞില്ലേ? 8 വർഷം കഴിഞ്ഞു. അപ്പൊ അന്ന് അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് അങ്ങനെ പാടി. അതിനുശേഷം അന്ന് അവിടെ എന്റെ കല്യാണത്തിന് തലേദിവസം എന്റെ കല്യാണത്തിന് വന്നായിരുന്നില്ല. തലേദിവസം വന്നിട്ട് വീട്ടിലൊരു സ്റ്റേജ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ഭജനൊക്കെ ചെയ്ത് എല്ലാരും നല്ല പാട്ടൊക്കെ പാടി. കണ്ണന്റെ കല്യാണത്തിന് ഇപ്പൊ ശ്രീലാലിന്റെ കല്യാണത്തിന് ശ്രീലാലിനെ കൊണ്ട് പാടിച്ച പോലെ കണ്ണന്റെ കല്യാണത്തിന് ഹിറ്റായ പാടാണ് കണ്ണാനീ എന്നും ഗവർണെന്നും അവന്റെ കണ്ണന്റെ കല്യാണത്തിനാണ് പാടി. ഓരോരുത്തർക്ക് ഇപ്പൊ നമ്മൾ കാണുന്ന സമയത്ത് ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ടുള്ള സൈലന്റ് ആയിട്ടുള്ള ഒരു നിങ്ങളുടെ ടീമിനാണല്ലോ കാണുന്നത്. പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ വരുന്ന സമയത്ത് ഭയങ്കര വൈബായിട്ടുള്ള ചില്ലായിട്ടുള്ള ഇപ്പൊ കുറച്ച് റീൽസ് ഒക്കെ ഞങ്ങള് സ്റ്റേജിൽ ഇരിക്കുമ്പോൾ പ്രോഗ്രാമിന് മുമ്പ് നമ്മള് വളരെ കാഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കും, തമാശകൾ പറയും. അത് സ്റ്റേജിലിരിക്കുന്നതിന്റെ ഇരട്ടിയായിരിക്കും ഞങ്ങള് ട്രാവൽ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ. കാരണം ആ ഒരു ഈ പറഞ്ഞ പോലെ ബോണ്ടിങ് അല്ലെങ്കിൽ ആ ഒരു സന്തോഷമാണ് ഞങ്ങളിൽ കാണുന്ന പോസിറ്റീവ്നെസ്. അപ്പൊ ആരും അങ്ങനെ മസിൽ പിടിച്ച് അത് ഇന്നലെ വന്ന അഭിയാണെങ്കിൽ പോലും അതുപോലെ അവർ ഭയങ്കരമായിട്ട് എല്ലാവരും തമ്മിൽ കണക്ട് ആവും. അങ്ങോട്ട് ഒരു മറ്റേ ജെല്ലാവെന്ന് പറയത്തില്ല, എന്ന് പറഞ്ഞാൽ ബോണ്ടാവും. അബിയുടെയൊക്കെ ഡാൻസ് കാണാൻ വണ്ടി അല്ല അബിയുടെയൊക്കെ ഡാൻസ് കാണണമെന്ന് പറയുന്നത് ഞാൻ ആലോചിച്ചു അത് വല്ല ലീക്ക് ആവണമെന്നുണ്ടെങ്കിൽ അവന്റെ സ്റ്റെപ്പൊക്കെ അതും ചിലപ്പോ വൈറലാവും. ഞങ്ങളത് ഉറപ്പായിട്ടും വൈറലാവും. അല്ല അത് വൈറലാവും. ഇതിപ്പോ ആളുകൾക്കിടയിൽ ഇപ്പൊ ഇറങ്ങി തുടങ്ങിയല്ലോ, പാട്ട് പാടി ആളുകൾക്കിടയിൽ നിന്ന് പാടുന്ന ഒരു സിറ്റുവേഷൻ വന്നു. ഇനിയിപ്പോ ഡാൻസിലൂടെ കിടക്കും നമുക്കറിയില്ല. ഇല്ല, ഇപ്പൊ ആളുകളുടെ റെസ്പോൺസ് ഇപ്പം ഭയങ്കരമായിട്ട് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് വരെ നിങ്ങൾക്ക് കിട്ടാറുണ്ട്. സോ ഒരുപാട് സമ്മാനങ്ങള്, അത് ചെറുതോ വലുതോ ആയിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തരുന്നുണ്ട്. അങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ഫാൻസ് അല്ലെങ്കിൽ ആരാധകർ നിന്ന് കിട്ടിയിട്ടുള്ള ഇന്നലെ കിട്ടിയ ഒരു ഗിഫ്റ്റ്, അതൊരു വലിയ പെയിന്റിംഗ് ആണ്. ഹ്യൂജ് പെയിന്റിംഗ്, ക്യാൻവാസിൽ ഒരു വലിയ കൃഷ്ണന്റെ പടം, അതിന്റെ തൊട്ട് ഫ്രണ്ടില് നമ്മുടെ അത് ഞങ്ങളുടെ ഓഫീസ് ഞങ്ങള് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അതിന്റെ എൻട്രൻസിൽ വെക്കാൻ ഞങ്ങളിപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ചൊരു കാര്യമാണ്. അതായത് ആ ഓഫീസിൽ നമ്മൾക്ക് ഒന്നും ഞങ്ങളായിട്ട് വാങ്ങിച്ചു വെക്കണ്ട. അത്രയും ആൾക്കാർ, അതായത് നമുക്ക് എന്താണോ വേണ്ടത്
അതാണ് കിട്ടിയേക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഒരു പുറത്തുനിന്ന് നമ്മൾ ക്യാഷ് കൊടുത്ത് മേടിക്കുന്ന ഒരു സാധനത്തിനേക്കാൾ വാല്യൂ ഉള്ള നമുക്ക് വേണ്ടത്, അതായത് ഒരാൾ ആ ഓഫീസിലേക്ക് എൻ്റർ ചെയ്യുമ്പം പറയാതെ തന്നെ അയാൾക്ക് മനസ്സിലാവും ഇത് നന്ദഗോവിന്ദത്തിൻ്റെ ഓഫീസാണ്. അങ്ങനെയുള്ള ഗിഫ്റ്റാണ് നമുക്ക് കിട്ടിയേക്കുന്നത് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും. ഒരുപാട് സ്നേഹമാണ് ഇതെല്ലാം. അല്ല, ഗിഫ്റ്റ് മാത്രമല്ല, ഇതിൽ സ്നേഹത്തിൽ പൊതിഞ്ഞ പൊതിഞ്ഞതാണ്. പക്ഷെ ഇപ്പൊ ഒരാള് ഇപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു റിയാക്ഷൻ അവരിൽ നിന്ന് കിട്ടില്ലെങ്കിൽ ഭയങ്കര ഹേർട്ട്ഫുൾ ആവും. ചില സെലിബ്രിറ്റീസ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങൾ എപ്പോഴും തിരിച്ച് അവരോട് റെസ്പോണ്ട് ചെയ്യുന്നതും ഭയങ്കര ലവബിൾ ആയിട്ടാണ്. അതെപ്പോഴും മൈൻഡിൽ ഉണ്ടാവുക. കാരണം ഇവർ നമ്മളെ കാണാൻ എത്ര ദൂരം വന്നത്. പണ്ട് നമ്മുടെ പാരന്റ്സ് മാത്രം 2-3 ആൾക്കാർ ഇരുന്ന സ്ഥലത്ത് ടിക്കറ്റ് പോലും ഇല്ല നിങ്ങളുടെ ഒരു ഷോ കാണാൻ വേണ്ടിയിട്ട്, ഒരു പ്രോഗ്രാം കാണാൻ. അപ്പം ഇത്രയും ഹ്യൂജ് ആയിട്ട് ആളുകൾ വരുന്നു. അപ്പൊ അവർ ഓരോരുത്തർക്കും വന്ന് സംസാരിക്കണം, മിണ്ടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ട്രീറ്റ് ചെയ്യുന്നതൊക്കെ ഒരുപോലെ. സോ അതെപ്പോഴും ഒരു നിർബന്ധമുണ്ടോ? കാരണം എപ്പോഴും നിർബന്ധമുണ്ട്. കാര്യം എല്ലാവരും നമുക്ക് അതിൻ്റെ അത് കാണാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പോയിട്ട് ഭയങ്കര ജനമായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവരും ഫോട്ടോ എടുക്കണം. പക്ഷെ നമുക്കത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. നമുക്ക് അതിൻ്റെ അകത്ത് എടുക്കാൻ പറ്റുന്ന മാക്സിമം ആൾക്കാരുടെ കൂട്ടത്തിൽ എടുക്കാം. ബാക്കിയുള്ള എല്ലാവരെയും നമ്മൾ സ്നേഹത്തോടെ തന്നെ ഇറങ്ങേണ്ട അവസ്ഥയാണല്ലോ. നമുക്ക് എന്നാണെങ്കിൽ അടുത്ത ദിവസം രാവിലെ തന്നെ ആയിരുന്നു പ്രോഗ്രാം 4.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഞങ്ങൾ എത്തിയിട്ട് ഉറങ്ങാൻ സമയമില്ലെന്ന് പറഞ്ഞില്ലേ. അപ്പം പക്ഷെ എന്നാലും മാക്സിമം ആൾക്കാരെ കണ്ടു. അപ്പോൾ ഞാൻ വണ്ടി എടുത്ത് പോകുന്നപ്പോഴത്തേനും കണ്ണൻ്റെ അടുത്ത് പറഞ്ഞു, എടാ അവിടെ ഒരു കുട്ടി കിടന്നിട്ട് ഭയങ്കര കരച്ചിലാണ്, നവീൻ ചേട്ടനെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട്. അപ്പം അമ്മയുടെ ഞാൻ നമ്പർ വാങ്ങിച്ചോളൂ, ഞാനൊന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഞാനപ്പോഴത്തേനും വണ്ടി അവിടെ നിന്ന് മൂവ് ചെയ്ത് കുറച്ചും കൂടെ മാറ്റിയിട്ടു, കുറച്ച് ദൂരത്തേക്ക് മാറ്റിയിട്ടു. അപ്പോൾ കണ്ണൻ വിളിച്ചു. അപ്പോൾ ഫോണിൽ കൂടെ കിടന്ന് കരഞ്ഞോണ്ടേ ഇരിക്കുക. അപ്പോൾ 6ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഞാൻ പറയുന്ന വന്നോളാൻ പറഞ്ഞു. എന്നിട്ട് അവരവിടെ വന്നു, കാറിനകത്ത് കയറിയിരുന്നു. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഹാപ്പിയായെന്ന് ചോദിച്ചു. എന്നിട്ട് കിടന്ന് കരഞ്ഞോണ്ടിരിക്കുക. എന്നിട്ട് സെൽഫി ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി കഴിയുമ്പോഴത്തേന് ആ അമ്മയുടെ സിസ്റ്ററിന്റെ മോളായിരുന്നു എനിക്ക് തോന്നുന്നത്. വീട്ടിൽ ചെന്ന് കഴിയുമ്പത്തിന് ഫോട്ടോ കാണിച്ചപ്പോൾ അമ്മയുടെ മോളം കരച്ചില്ല. കഴിഞ്ഞിട്ട് അതും എന്നെ ഫോൺ വിളിച്ചു. അല്ല, ഇതൊക്കെ സന്തോഷമാണല്ലോ. കുട്ടികൾ തൊട്ട് ഒരു അമ്മയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൈഡിൽ വന്നിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, വാക്കുകൾ ഇടറിയിട്ടൊക്കെ വന്നിട്ട് തൊട്ടോട്ടെ എന്ന് വെച്ചിട്ടൊക്കെ പോകുമ്പോഴത്തേനെ അവരുടെ ഒരു സന്തോഷം നമുക്ക് ഇങ്ങനെയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അമ്പലപ്പുഴയിൽ പോയിട്ട് നമ്മളൊരു അമ്മയെ കണ്ടത്, നമ്മളുടെ ഫുൾ പ്രോഗ്രാം ലിസ്റ്റ്, അതായത് അവിടെ 1-2 പേര് വെച്ചു നാളെ എവിടെയാണ് പരിപാടി, അടുത്ത ദിവസം എവിടെയാണ്. ഞങ്ങൾ പറയുന്നതിന് മുമ്പ് ആ അമ്മ പറയണം നാളെ ഇന്ന സ്ഥലത്താണ്, ഇന്ന ഡേറ്റിൽ ഇന്ന സ്ഥലത്താണ്. സൗണ്ട് ചെക്ക് ഈ സമയത്ത് സൗണ്ട് ചെക്ക്. അതായത് അമ്മയുടെ മകനോട് അമ്മ പറഞ്ഞിരിക്കുകയാണ് അവര് നേരത്തെ വരും. അതായത് പരിപാടി 7 മണിക്കാണ്. അവരുടെ സാധാരണ ഒരു സ്കെഡ്യൂൾ അനുസരിച്ച് അവർ 6:30 ആകുമ്പോൾ സ്റ്റേജിലുണ്ടാവും. അപ്പൊ നീ എനിക്കൊന്ന് കാണാനുള്ള ഇത് ചെയ്ത്. അതായത് ഓൾറെഡി നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വരെ ഏകദേശം എനിക്കൊന്നൊരു 65+ ഉണ്ട് അമ്മയ്ക്ക്. എല്ലാം പഠിച്ചു വെച്ചേക്കാണ്. അതായത് സൗണ്ട് ചെക്ക് എത്ര മണിക്കാണ്, എത്ര മണിക്കൂർ മുമ്പ് ഒരു സ്റ്റേജിൽ വരും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, എന്നൊക്കെ എവിടെയൊക്കെയാണ് പ്രോഗ്രാം, ആ പ്രോഗ്രാമിന്റെ ടൈം, അതിന് ലൈവ് ഉണ്ടോ ഇല്ലയോ, എല്ലാ കാര്യങ്ങളും. ഇതൊക്കെയല്ലേ ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. പിന്നെ നമ്മളുടെ നാട്ടിലെ അമ്മമാര് ഇനിയിപ്പോൾ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇതെല്ലാം തുടങ്ങിയത് ഇവിടെ നിന്നാണല്ലോ. അപ്പം നമ്മള് ചെറിയ വേദിയിൽ ചെയ്തൊരു പ്രോഗ്രാമായിരുന്നു ഇവിടെ, നമ്മളുടെ ആദ്യത്തെ തുടക്കത്തിലെ പ്രോഗ്രാംസ്. നമ്മളുടെ ഈ അമ്പലത്തിലെ ആൾക്കാരുടെ എല്ലാം ഞങ്ങളുടെ എല്ലാ ആഗ്രഹം നമ്മുടെ നാട്ടിലെ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലായിടത്തും പോയിട്ട് ചെയ്യുന്നുണ്ട്. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാരുടെ മുന്നിൽ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതുപോലൊരു വേദി നമ്മളുടെ തുടങ്ങിയ സ്ഥലത്ത് തന്നെ ഞങ്ങൾക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊരു ആഗ്രഹമാണ്. അപ്പം ഏപ്രിൽ 14-ാം തീയതി ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് നമ്മളൊരു ആദ്യമായിട്ടാണ് നമ്മളുടെ ഇവിടുത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ നമ്മൾ ഇത്രയും ഒരു വലിയ ഒരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തൊരു ഷോ നമ്മളവിടെ ഇവർ മൊത്തം അവിടെ നിരത്തി പുതിയൊരു സ്റ്റേജ് കെട്ടി ഒരു പ്രോഗ്രാം നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പോവാണ്. 5000 പേര് ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്റ്റേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊരു നമ്മൾ എവിടെയൊക്കെ പോയിട്ട് വന്നാലും തിരിച്ചു വരുമ്പോൾ നമ്മുടെ നാട്ടിൽ അതൊരു ഫീൽ നമ്മുടെ വീട്ടിൽ വന്ന് ചെയ്യുന്നൊരു. അതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത്, കമ്മിറ്റി ക്രിയേറ്റ് ചെയ്തു. ഹ്യൂജ് സപ്പോർട്ടാണ്. ഞങ്ങളിപ്പോൾ കിരൺ, നമ്മുടെ ഒരു ഫ്രണ്ട് കിരൺ, അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ തൊട്ടടുത്താണ് നമ്മളുടെ ഇവിടുത്തെ ചർച്ച, നമ്മുടെ പള്ളി വളരെ ക്ലോസ് ആണ്, കാണുമ്പോഴത്തേനും അറിയാം. അവർ പറഞ്ഞു എന്ത് സൗകര്യം വേണം, വേണമെങ്കിൽ നിങ്ങൾ പ്രോഗ്രാം ഇവിടെ വേണോ ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു ഗുണം ഭയങ്കര ഹാർമണിയാണ്. അപ്പം നമ്മൾ ദേശവിളക്ക് എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ട് ഇവിടെ. ദേശവിളക്ക് എന്ന് പറയുന്നത് നമ്മൾ വിഷുവിൻ്റെ തലേദിവസം നമ്മൾ ഇവിടെ ഫുള്ള് വിളക്ക് കത്തിക്കും. അപ്പം ഫുള്ള് ലൈറ്റ്, നമ്മുടെ നാട് മുഴുവൻ ആ സമയത്ത് പള്ളിയിൽ അവിടെ മെഴുകുതിരി കത്തിക്കും. അപ്പം അത് ഭയങ്കര രസമാണ് അതൊക്കെ. അപ്പം അങ്ങനെ ഈ അമ്പലത്തിനും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മളുടെ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. അത്രയും
പഴയൊരു അമ്പലമാണ്. ചെറിയ അമ്പലമാണെങ്കിൽ പോലും പക്ഷേ ഇവിടെ പല പ്രത്യേകതകളുണ്ട്. ഒരു കാര്യം എന്ന് പറയുന്നത്, ഒത്തിരി പേരുടെ എക്സ്പീരിയൻസ് പറയുന്നത് നമ്മുടെ ഉണ്ണിയൂട്ടം എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അപ്പം ഞാൻ ഒത്തിരി അധികം സ്ഥലത്ത് കേട്ടിട്ടില്ല ഈ ഉണ്ണിയൂട്ടം എന്നുള്ള കാര്യം. അപ്പം അത് ഇവിടെ വന്ന് ഒത്തിരി പേരുടെ എക്സ്പീരിയൻസ് തന്നെയാണ് പറയുന്നത്. ഇവിടുന്ന് ആ ഉണ്ണിയൂട്ടൻ്റെ ദിവസം ദമ്പതികൾ വന്നിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളുണ്ടാകാത്ത ആൾക്കാർക്ക് വിത്തിൻ 1 ഇയറിൽ എനിക്കറിയാവുന്ന ഒത്തിരി പേർക്ക് ഉണ്ടായിട്ടുണ്ട്. വൺ ഓഫ് ദ എക്സാമ്പിൾ ഞാനാണ്. അപ്പോൾ എനിക്കും 7 വർഷം കുട്ടികളുണ്ടായിരുന്നില്ല അതിന് ശേഷം. അപ്പോൾ അങ്ങനെ കുറേ കുഞ്ഞു പ്രത്യേകതകളുള്ള ഒരു അമ്പലം കൂടിയാണ് നമ്മുടെ വേമ്പനാട്ടുകാര അമ്പലം എന്നുള്ളത്. അപ്പം ഇതാണൊരു സന്തോഷം. നമ്മുടെ അടുത്ത ഒരു ഏപ്രിൽ വിഷുവിൻ്റെ അപ്പം ഈ 14-ാം തീയതി ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 14-ാം തീയതി നമ്മൾ ആ ദേശവിളക്കിൻ്റെ ആ ഒരു സമയത്ത് 14-ാം തീയതി നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. 14-ാം തീയതി നമ്മളുടെ ഭജന ഇവിടെ വെച്ചിട്ടുണ്ടാവും. അത് ഞങ്ങളുടെ ഒരു പേഴ്സണൽ ഭയങ്കര നമ്മളുടെ ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമായിരിക്കും. ഇപ്പം ഓൾറെഡി ഇപ്പം ഒരുപാട് കാര്യം ഇവിടെ പ്രതീക്ഷ വിഷ്ണുവാണ്. അപ്പം ഒരുപാട് കാര്യം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടാവും. അത് നടന്നൊരു സംഭവം ഉണ്ടോ എന്തെങ്കിലും ഇതുപോലെ ഒരു ആഗ്രഹം പറഞ്ഞു? ഇപ്പൊ ഈ നന്ദഗോവിന്ദ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു? ഇല്ല, അത് ആഗ്രഹം ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ പുള്ളിയുടെ അതിന്റെ തീരുമാനം ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾ പുള്ളി നടത്തുന്ന കാര്യങ്ങളൊക്കെ. നമ്മളിങ്ങനെ വന്നിട്ട് നമ്മള് എല്ലാവർക്കും ചെറുപ്പത്തിൽ നമ്മൾ കൃഷ്ണൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഫ്രണ്ട്സിനെ പോലെയാണല്ലോ. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയും. അതിനുശേഷം പിന്നെ ഒരു സർട്ടൻ പോയിന്റിന് ശേഷം നമ്മളൊന്നും പറയാറില്ല. നമ്മളങ്ങനെ വന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ വരുന്നു നമ്മളുടെ അകത്താണല്ലോ. ചെറുപ്പത്തിൽ വന്നിട്ട് നമ്മളിങ്ങനെ വന്ന എല്ലാ ആഗ്രഹങ്ങളും ഇങ്ങനെ നിന്ന് ഇവിടെ ഫ്രണ്ടിൽ നിന്നിട്ട് പറയും, അത് വേണം, ഇത് വേണം, മറ്റേ വേണം, മറിച്ച് വേണം, പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് കിട്ടണം, എല്ലാത്തിനും ഒന്നും പഠിച്ചിട്ടില്ല, ജയിപ്പിച്ചു തരണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം പഠിക്കാനുള്ള സമയമില്ലല്ലോ. പക്ഷെ അത് ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ. അത് ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാം, ഫൈനൽ ഇയർ യൂണിവേഴ്സിറ്റി എക്സാമിന്റെ തലേദിവസം ഞങ്ങൾ പ്രോഗ്രാം ചെയ്തിട്ട് വെളുപ്പിനെ എനിക്കൊന്ന് നവീൻ ഏതൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, വെളുപ്പിനെ പ്രോഗ്രാം കഴിഞ്ഞ് വന്ന് ഞങ്ങൾ കിടന്നു. പിറ്റേ ദിവസം രാവിലെ യൂണിവേഴ്സിറ്റി എക്സാമാണ്. 6 മണി വരെ കിടന്നുറങ്ങിയിട്ട് നേരെ എഴുന്നിട്ട് പരീക്ഷയ്ക്ക് പോയ ആൾക്കാരെ ഞങ്ങള്. ഒരു അക്ഷരം പഠിക്കും. പക്ഷേ ഹയസ്റ്റ് മാർക്ക് കിട്ടിയേക്കുന്നതിനാ. അതായത് പുള്ളി വിചാരിച്ചു ഓക്കെ അവൻ താൻ പാതി ദൈവം പാതി എന്നുള്ളതില് എന്റെ പാതി കൂടെ കൊടുത്തേക്കാം, അവരുടെ പാതി കൂടെ ഞാൻ ചെയ്തേക്കാന്ന് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് മാർക്ക് എന്റെ പകുതി മൊത്തം വേണ്ട. അങ്ങനെ ശരിക്കും അതാ നമ്മള് അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമല്ല, നമ്മുടെ കാര്യങ്ങൾ ഇവിടെ വന്ന് ഡിസ്കസ് ചെയ്യുന്നെന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളെല്ലാവരും അൾട്ടിമേറ്റ്ലി വിശ്വസിക്കുന്ന ഒരു എനർജി സോഴ്സ് ആണ്. ഇപ്പം വിഷ്ണു ആയാലും ശിവനായാലും ഏത് പേരിലും വിളിച്ചാലും അതെ, നമ്മളിപ്പം ആ ഒരു സ്റ്റേജൊക്കെ എനർജിയാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്ന എനർജി എന്ന് പറയുന്നത് എന്താ പറയണ്ടത്, ഇപ്പം വിചാരിക്കുന്ന ഇപ്പം ഏറ്റവും കൂടുതൽ കാണുന്ന ആൾക്കാരുടെ സ്നേഹം എന്നുള്ളത്. അപ്പം ആ ഒരു പോസിറ്റിവിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമ്മൾ ഏത് ദൈവത്തിൽ വിശ്വസിച്ചാലും ഏത് മതത്തിൽ വിശ്വസിച്ചാലും നമ്മൾ വിശ്വാസം ഉണ്ടായിട്ടോ എന്തുണ്ടായിട്ടും കാര്യമില്ല. മനസ്സിൽ മുഴുവനും നെഗറ്റീവ് ചിന്തയായിട്ട് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അല്ലെന്നുണ്ടെങ്കിൽ പള്ളിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ വേറൊരു ദ്രോഹം ചെയ്യാന്നുള്ള വിചാരമാണെന്നുണ്ടെങ്കിൽ പിന്നെ പോകുന്നതിൽ ഒരു അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ നമ്മളുടെ ആ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞു. അറിയാലോ. കാരണം ഇപ്പൊ എല്ലാരും വിശ്വസിക്കുന്നുണ്ട് എല്ലാത്തിന്റെ ആധാരം ദൈവം എന്നല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സൽ പവർ ആണല്ലോ. അപ്പൊ അങ്ങനെ ഒരു പവർ ആണ് ഡിസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നല്ല കാര്യം മാത്രം ചെയ്താൽ മതി, ബാക്കി പുള്ളി ഡിസൈഡ് ചെയ്യും. നമ്മൾ പോയിട്ട് ഓരോ കാര്യങ്ങളും പറയേണ്ട കാര്യമില്ല. ഇല്ല, ഇനി ഒരു പാട്ടാവാം. കാരണം എപ്പോഴും നിങ്ങളെ കൊണ്ട് സ്ഥിരം സംസാരിപ്പിച്ചുകൊണ്ടിരുന്ന കേൾക്കുന്നവർക്ക് എവിടെ പാട്ടെന്ന് ചോദിക്കും. ഒരു പാട്ട്. ഗുരുവായൂരമ്പലം ശ്രീവൈകുണ്ഠം അവിടത്തെ ശംഖമാണിന്റെ കണ്ഠം കാളിന്തി പോലെ ജനപ്രവാഹം ഇതു കാൽക്കലേക്കു വാഗചാർത്തിലേക്കു ഗുരുവായൂരമ്പലം ശ്രീവൈകുണ്ഠം അവിടത്തെ ശംഖമാണിന്റെ കണ്ഠം കാളിന്തി പോലെ ജനപ്രവാഹം ഇതു കാൽക്കലേക്കു വാഗചാർത്തിലേക്കു ഇതു കാൽക്കലേക്കു വാഗചാർത്തിലേക്കു.